അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും ആർജിക്കുവാൻ ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികൾ പറയുന്ന പല കാര്യങ്ങളും സയുക്തികം ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും പരമാവധി പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗുരുതുല്യരായവരുടെ അനുഗ്രഹാശിസ്സുകളാൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ എഴുതുവാൻ സാധിക്കുകയും മിക്ക വിദ്യാർത്ഥികൾക്കും വളരെ ആശ്വാസത്തോടുകൂടി കൃത്യമായുള്ള രീതിയിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ള ആശ്വാസമുണ്ടാകുന്നത് വഴി ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ആശ്വാസത്തിനും യോഗമുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉപരിപഠനത്തിനോടനുബന്ധമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം, അതൊന്നും സാരമില്ല, 1-2 മണിക്കൂർ ജോലി ചെയ്യാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യക്തമായുള്ള നിർദ്ദേശം തേടി വിദഗ്ധമായുള്ള ഉപദേശവും തേടി പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. അതിൽ നിന്നും അനുഭവഫലങ്ങളൊക്കെ തന്നെ 1-1.5 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇടവരും.